ഒടുവിൽ അന്നം തന്ന കൈക്ക് തിരിഞ്ഞുകൊത്തി. കേരള CPM ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ ക്ഷണിക്കാതെ സംസ്ഥാന സമ്മേളനം. കൊല്ലം സമ്മേളനത്തിലാണ് പെട്ടെന്ന് ഈ പുതുമ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയെങ്കിൽ ഇത്തവണ അതുമില്ല. എന്നാൽ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വിരമിക്കുന്നവരെയും ഒഴിവാക്കുന്നവരെയും പിന്നീടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേകം ക്ഷണിതാക്കളാക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഇതിൽ VSന്റെ പേര് വെട്ടി മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന VSനെ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ വരെ പ്രത്യേകം ക്ഷണിതാവാക്കിയിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത്തവണ ക്ഷണിതാവാക്കിയില്ല എന്ന വിമർശനങ്ങൾ ഉയരുകയാണ് പാർട്ടിക്ക് അകത്തും പുറത്തും. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് VSന് അർഹിക്കുന്ന ആദരവും പരിഗണനയുമെല്ലാം നൽകി സ്ഥാപക ആചാര്യനായി നിലനിർത്തി വേണമായിരുന്നു സമ്മേളനം അവസാനിപ്പിക്കേണ്ടിയിരുന്നത്. കാരണം ഈ പാർട്ടിയുടെ സ്ഥാപകരിൽ ഇനി മറ്റൊരാളില്ല. VS അച്യുതാനന്ദന്റെ പാർട്ടിയുടെ ഏത് ഘടകത്തിലും ഇരുത്താനുള്ള സാമാന്യ ധാർമ്മികത പാർട്ടിയിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. 1964 നവംബർ 7 രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളാണ് VS അച്യുതാനന്ദൻ. ചുരുക്കി പറഞ്ഞാൽ പാർട്ടി ഉണ്ടാക്കിയ നേതാവിനെ പാർട്ടിക്ക് വെളിയിലാക്കി. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയിലുമുള്ള ആദരവ് നൽകും. അതിനപ്പുറത്തെ പ്രസക്തിയൊന്നും VSന് നൽകിയില്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. കൊല്ലം ചുവന്നു, ചെങ്കടലായി കൊല്ലം എന്നൊക്കെയുള്ള ക്ലീശ വാക്കുകൾ കൊണ്ട് CPM സമ്മേളനത്തെ പുകഴ്ത്തിയപ്പോഴൊക്കെ മൂടിവെക്കപ്പെടാൻ ഉണ്ടായിരുന്നത് VSന് നൽകിയ പണിഷ്മെന്റ് ആണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തം. അതായത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്. ഇത് ചെയ്ത നേതാക്കളോടും പാർട്ടിയോടും പറയാനുള്ളത് മറ്റൊന്നല്ല, ഇന്ന് ഞാൻ നാളെ നീ. VS അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തില്ല എന്ന ആക്ഷേപവും പിന്നീട് ഉയർന്നിരുന്നു. VS എന്ന CPMന്റെ അവിഭാജ്യ ഘടകത്തെ നിശബ്ദം പുറത്തു കളയാൻ ഒരുക്കിയ വഴികളാണ് മറ്റു നേതാക്കളെ ഒഴിവാക്കിയതും വെട്ടിയതുമൊക്കെ. പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ CPMലെ VS യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമമിടുകയാണ്. ആരോഗ്യാവസ്ഥ മോശമാണെങ്കിലും ആദരവ് എന്ന നിലയിൽ VSനെ ക്ഷണിതാവാക്കണമെന്ന നിലപാട് CPMലെ ബഹുഭൂരിപക്ഷത്തിനുമുണ്ടെങ്കിലും അത് അഭിപ്രായമായി പോലും പറയാൻ ഭയമാണ്. എന്നാൽ അത് നടന്ന കൃത്യം 3 പതിറ്റാണ്ടിന് ഇപ്പുറം അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ VSനെ ഒഴിവാക്കിയതും ഇവിടെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.